ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ലെറ്റർ സെറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ മോട്ടീഫിനകത്ത് ജെ എന്ന ലെറ്ററാണ് ട്രേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് വരച്ചിട്ട് നമുക്ക് മോട്ടീഫിനകത്ത് ട്രേസ് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പം ഞാനൊരു പേപ്പറിനകത്ത് വരച്ചതിന് ശേഷം ട്രേസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ അതിൻ്റെ ഔട്ട് ലൈനിലൊക്കെ ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. 6 ഇഴ നൂല് വെച്ചിട്ടാണ് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം കെട്ടിട്ടിട്ട് വീണ്ടും അടുത്തൊരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ലെറ്ററിൻ്റെ ഇടയിൽ കുറച്ച് ഫ്ലവർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ലെറ്റർ ജെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ പൂക്കളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ലീഫ് കംപ്ലീറ്റ് ചെയ്യാം. ലീഫ് നമുക്ക് ഗ്രീൻ കളർ 6 ഇഴ നൂലെടുത്തിട്ട് ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും ഇലകളുള്ളതൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സ്റ്റിച്ചിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചാനലിനകത്ത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ 3 ഇഴ നൂലെടുത്തിട്ട് ഗ്രീൻ കളറിൽ തന്നെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വള്ളി പോലെ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലേസി ഡേസി സ്റ്റിച്ച് അറ്റങ്ങളിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഇല പോലെ നമുക്കൊരു മുട്ട് പോലെയൊക്കെ തോന്നുകയും ചെയ്യും. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൂക്കളുടെ ചെയ്തെടുക്കാം. പൂക്കളുടെ ഉള്ളിനകത്ത് സെൻറ്ററിനകത്ത് നമ്മൾക്ക് മഞ്ഞ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യണേ കേട്ടോ. അതിനകത്ത് ഞാൻ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കളറിൽ വേണം നമുക്ക് ചെയ്യാം. അപ്പോൾ കുറേ കളറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ 2 കളർ വെച്ചിട്ടുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇതളുകൾക്ക് സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുക്കണേ കേട്ടോ. ഓരോരോ ഇതളിന് സെപ്പറേറ്റ് ആയിട്ട് സാറ്റിൻ ചെയ്ത് കൊടുക്കുകയാണ്. 3 ഇഴ നൂലിനകത്താണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും 3 ഇഴ നൂലിനകത്താണ് ചെയ്തത്. 6 ഇഴ നൂലിനകത്ത് വേണമെങ്കിൽ ചെയ്യാം, 3 ഇഴ നൂലിനകത്ത് ചെയ്യാം കേട്ടോ. സാറ്റിൻ സ്റ്റിച്ച് 3 ഇഴ നൂലിനകത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇനി റോസ് കളർ ത്രെഡ് വെച്ചിട്ട് ലേസി ഡേസി സ്റ്റിച്ച് റൗണ്ടിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പൂക്കൾ പോലെ തന്നെ വരും. നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിലൊക്കെ ഫ്രഞ്ച് നോട്ട് മറ്റൊരു കളർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 6 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 3 ഇഴ നൂലിനകത്ത് വേണമെങ്കിൽ ചെയ്യാം, 6 ഇഴ നൂലിനകത്തും ചെയ്യാം കേട്ടോ. 3 ഇഴ നൂലെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചുറ്റിയെടുക്കുക. 6 ഇഴ നൂലാണെങ്കിൽ കുറച്ച് ചുറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ലെറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.